നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിഫൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ETF കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം അത് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നമ്മളിടുന്ന എമൗണ്ട് കൃത്യമായിട്ട് ഒരു ബാസ്ക്കറ്റിലേക്കായിരിക്കും നമ്മുടെ എമൗണ്ട് പോകുന്നത്. അവിടെ നമുക്ക് ഡിഫൻസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 18ഓളം കമ്പനികൾ നമുക്ക് ആ ഒരു ETF ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫൻസ് ETF ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് 2 ETF നമുക്കിവിടെ ലഭിക്കുന്നത്. ഒന്ന് മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ETF എന്ന് പറഞ്ഞൊരു ETF ഉണ്ട്. രണ്ടാമത് ഗ്രോ കമ്പനിയുടെ നമുക്ക് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ETF എന്ന് പറഞ്ഞൊരു ETF ഉണ്ട്. ഇത് തമ്മിൽ കമ്പാരിസൺ നടത്തിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്കൊരു ETF ഈ ഒരു ഡിഫൻസ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. നമുക്ക് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഡിഫൻസ് ETF നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത ഇയർ 2024 സ്റ്റാർട്ട് ചെയ്തത്. 18 സ്റ്റോക്സാണ് ഈ ഒരു ബാസ്ക്കറ്റിൽ വരുന്നത്. 202 കോടി രൂപയാണ് ഇതുവരെ ഈ ഒരു എമൗണ്ട് ഈ ഒരു ETF ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് നമുക്ക് റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെ നമുക്ക് 9.45% നമുക്ക് റിട്ടേൺ തന്നിരിക്കുന്നത്. അത്യാവശ്യം വോളിയം ഉണ്ട്. 72 ലക്ഷം വോളിയം നമുക്ക് ഡെയിലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ലിക്വിഡിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന വെയിറ്റേജ് ഹോൾഡിങ്സ് വരുന്നത് HAL, BEL, സോളാർ ഇൻഡസ്ട്രീസ്, ബാസ്റ്റോക്ക്, ഭാരത് ഡൈനാമിക് ലിമിറ്റഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇങ്ങനെ അടങ്ങുന്ന 18ഓളം കമ്പനികളാണ് ഇവിടെ നമുക്ക് ഈ ഒരു ETF വരുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന എമൗണ്ട് ഈ ഒരു കമ്പനികളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ETF നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്രിപ്റ്റോ ട്രേഡിങ്ങിലൂടെ നമുക്ക് ഒരു പാർട്ട് ടൈം ട്രേഡിങ്ങിലൂടെ നമുക്ക് പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ചെറിയ ലോസുകൾ ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഹെഡ്ജിങ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രിപ്റ്റോയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ലിവറേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് നല്ല ഹയർ റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മെത്തേഡ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പറുണ്ട്, അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെയും ഈ ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെക്ക് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. രണ്ടാമത്തെ ETF വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഗ്രോയുടെ ഡിഫൻസ് ETF ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും നമുക്ക് 2024 ഈ ഒരു ETF സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ETF കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് 106 കോടി രൂപയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അവിടെ മോട്ടിലാലിൻ്റെ ഓസ്വാളിൻ്റെ കുറച്ച് കൂടുതലായിട്ട് നിക്ഷേപകർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇച്ചിരി എമൗണ്ട് കുറവാണ്. ഇവിടെയും 18 സ്റ്റോക്ക് തന്നെയാണ്, അവിടെയും 18 സ്റ്റോക്ക് തന്നെയാണ്. ബാക്കി ഇവിടെ ഡെയിലി വോളിയം ട്രേഡ് ചെയ്യുന്നത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ETF കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. നമുക്ക് ടോട്ടലായിട്ട് ബാക്കി ഹോൾഡിങ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. 18 കമ്പനികളാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വേരിയേഷൻ വരുന്നുണ്ട്. ഒന്ന്, ഡെയിലി വോളിയം ലിക്വിഡിറ്റി കുറച്ച് കൂടുതൽ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ETF അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാർ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഡിഫൻസ് ETF അപ്പോൾ തീർച്ചയായിട്ടും റെക്കമെൻഡേഷൻ അല്ല, തമ്മിലൊരു കമ്പാരിസൺ ആണ് ഇതിനകത്ത് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.